ചോറ്റാനിക്കര കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. മുട്ടിൽ മരം മുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചന കേസിൽ പ്രതികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിചാരണ കോടതി ഉന്നയിച്ചത്. റോജി അഗസ്റ്റിൻ മാത്രം ഹാജരായതിലാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ വിമർശനം. ആളെ കളിയാക്കുകയാണോ എന്നും റോജിയോട് മാറി നിൽക്കാനും കോടതി ആവശ്യപ്പെട്ടു. വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ പ്രതികൾ കോടതിയോട് അനുമതി ചോദിച്ചു. നട്ടരാജ് പരശുരാം വിശദാംശങ്ങളുമായി. നട്ടരാജ്, ചോറ്റാനിക്കര കോടതിയിൽ നിന്നും ഒരേപോലെ ഇപ്പോൾ ഹൈക്കോടതിയിൽ എന്താണോ അവർ നേരിട്ടത് അതേപോലെയുള്ള തിരിച്ചടിയാണ് ചോറ്റാനിക്കര കോടതിയിലും ഇന്ന് പ്രതികൾ നേരിട്ടത്. എന്ന് വെച്ചാൽ 3 പേരും ഹാജരാകേണ്ടിടത്ത് ഹാജരായത് റോജി മാത്രമാണ്. എവിടെ പോയി മറ്റുള്ളവരെന്ന ചോദ്യത്തിന് റോജിയുടെ മറുപടി എന്തായിരുന്നു? കോടതി അപമാനിക്കുകയാണോ എന്നതടക്കമുള്ള കടുത്ത വിമർശനങ്ങളിലേക്ക് കോടതി കടന്നിട്ടുണ്ട്. ഒപ്പം ഈ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായാൽ മതിയോ എന്ന് മറ്റു പ്രതികൾ ചോദിച്ചല്ലോ, അതിന് കോടതി നൽകിയ മറുപടി എന്താണ്? PC, അതായത് ഇക്കാര്യത്തിൽ കോടതി നാളെയാണ് തീരുമാനം പറയുക. ഇന്ന് രാവിലെ കോടതിയിൽ നാളികേര രംഗങ്ങളാണ് നടന്നതെന്ന് പറയാം. റോജി അഗസ്റ്റിൻ ഹാജരാകുന്നു. ഉടൻ തന്നെ മറ്റു പ്രതികൾ എവിടെ എന്ന് കോടതി ചോദിക്കുന്നു. ഉടൻ തന്നെ അവർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാവാനുള്ള അപേക്ഷ പ്രതിഭാഗം സമർപ്പിക്കുകയാണ്. ഉടൻ തന്നെ കോടതി അവരോട് മാറി നിൽക്കാൻ പറയുന്നു. ഇതെന്ത് തമാശ കളിയാണോ എന്ന അർത്ഥത്തിൽ കോടതി ചോദിക്കുന്നു. പിന്നീടാണ് ഈ വഞ്ചന കുറ്റം അഥവാ 420 പരിഗണിക്കാനുള്ള അധികാര പരിധി ചോറ്റാനിക്കര കോടതിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു പുതിയ ഹർജി കൂടി പ്രതിഭാഗം സമർപ്പിക്കുന്നത്. അതിൽ പറയുന്നത് പ്രകാരം ഇതിൽ വഞ്ചന കുറ്റം പരിഗണിക്കാനുള്ള അധികാര പരിധി ചോറ്റാനിക്കര കോടതിക്കില്ല എന്ന് പറയുന്നു. കോടതി അക്കാര്യവും, അതായത് ഇത് പരിഗണിക്കാനുള്ള അധികാര പരിധി ഉണ്ടോ എന്നുള്ള കാര്യത്തിലും, അതുപോലെ തന്നെ കേസിൽ ഒരു സഹോദരൻ നേരിട്ട് ഹാജരാവാനും ബാക്കി 2 പേർ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാവാനും അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു അപേക്ഷ കൂടി സമർപ്പിക്കുകയാണ്. ഈ 2 കാര്യത്തിലും നാളെ ഉത്തരവ് പറയാം, നാളെ ഇതിൽ തീരുമാനമെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ 2 കാര്യത്തിലും നാളെയാകും തീരുമാനമുണ്ടാവുക. കോടതിയിൽ നിന്ന് നാളെ എന്ത് നിർദ്ദേശമാണ് വരിക, പ്രത്യേകിച്ചും വീഡിയോ കോൺഫറൻസിംഗിൽ ഹാജരാവാനുള്ള നിർദ്ദേശം നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ അനുമതി നൽകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നാളെയാണ് കോടതി ഉത്തരവ് വരിക. എന്തായാലും ഈ 24-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും, അത് ഓണം അവധിക്ക് ശേഷം മാത്രമായിരിക്കും ഇനി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യത. എന്തായാലും രാവിലെ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ റോജി മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത് നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ നുണ ചമയ്ക്കുന്നുവെന്നും ഒരു വിഭാഗം വാർത്തകൾ മാത്രം ടാർഗറ്റ് ചെയ്ത് നൽകുന്നുവെന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുക്കാനായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ രൂക്ഷമായി വിമർശിക്കുന്നതും കണ്ടു റോജി. അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾ മെസ്സി വിവാദം സംബന്ധിച്ചും അതുപോലെ തന്നെ മുട്ടിൽ മരമുറി വിവാദം സംബന്ധിച്ചും ചോദിച്ച ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചത്. എല്ലാ സമയത്തും താൻ പ്രകോപിതനാകുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം വളരെ പ്രകോപിതനായാണ് മറുപടി പറഞ്ഞത്. തങ്ങൾക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല മാധ്യമങ്ങളും വാർത്ത ചമയ്ക്കുന്നുവെന്നും തങ്ങൾക്കെതിരെ വാറണ്ട് നേരത്തെ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും എന്തിനാണ് ഇത്തരം വ്യാജ വാർത്തകൾ നൽകിയതും ഒക്കെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, മുട്ടിൽ മരമുറി കേസിൽ വനത്തിൽ നിന്നാണ് മരം മുറിച്ചതെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള കേസ് നിലനിൽക്കുമെന്ന് താൻ മനസ്സിലാക്കുന്നു. അതിന് വനത്തിൽ നിന്നാണ് മരം മുറിച്ചതെന്ന് ഉറപ്പുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മന്ത്രി തന്നെ പലപ്പോഴും വനത്തിൽ നിന്നും മരം മുറിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ കാര്യം ഇല്ലെങ്കിൽ, അതായത് തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ 6 വർഷമായിട്ടും എന്തുകൊണ്ട് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നില്ല എന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചു. എല്ലാ വെല്ലുവിളികളും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. തങ്ങൾ പലതും തെളിയിക്കാൻ നേരത്തെ മെസ്സി വിവാദം സംബന്ധിച്ചൊക്കെ തന്നെ പല ചാലഞ്ചും പുറത്തുവിട്ടപ്പോൾ ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ പോലും ആരും തയ്യാറായില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വെല്ലുവിളികൾ തുടരുകയാണ്. അപ്പോഴും കോടതികളിൽ നിന്നും തിരിച്ചടി നേരിടുന്നതും തുടരുകയാണ്. എന്തായാലും നാളെ ചോറ്റാനിക്കര കോടതിയിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് കോടതിയുടെ തീരുമാനം എന്ന് അറിയാൻ കഴിയും. മറ്റു നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും.